കണ്ണിമല സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ ജോസ് പുളിക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഒരു തരത്തിലുമുള്ള സ്വാർത്ഥ ചിന്തകളിലും മുഴുകാതെ ദൈവമഹത്വത്തിനായിട്ട് സമൂഹ സേവനത്തിന് വേണ്ടി സമ്പൂർണ്ണമായി കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റുള്ള ആളുകളുടെ ഒരു ജീവിതത്തിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നാട്ടിലേക്ക് കടന്നു വന്നതോടുകൂടി ഇവിടെ ഒരു പുതിയ അധ്യായം അങ്ങനെ തുറക്കുകയായിരുന്നു. അതിന്റെ ഒരു ഏറ്റവും ശോഭിതമായ ഒരു മുഖമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ഇന്ന് 50 ആണ്ടുകൾ പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും ഇതുവഴി വന്ന് കടന്നുപോയ നമ്മുടെ തലമുറ, ബഹുമാനപ്പെട്ട ഫിലിപ്പ് തടത്തിലച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. രൂപതാ പ്രൊക്യുറേറ്റർ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ എത്രയോ ആളുകൾ ഈ വിദ്യാലയത്തിലൂടെ കടന്നു വന്ന് വിവിധ മേഖലകളിൽ നല്ല നിലകളിലൊക്കെ ശോഭിക്കുകയാണ്. ഒരു നാടിനെ പ്രഭാപൂരിതമാക്കുന്ന, ഒരു നാടിന്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ഒരു നാടിനെ പുതിയൊരു സംസ്കൃതി രൂപപ്പെടുത്തിയെടുക്കുന്ന ധന്യമായ ഒരു ദൗത്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളത്. ഈ പ്രകാശഗോപുരം 50 വർഷങ്ങളായിട്ട് ഇവിടെ ജ്വലിക്കുകയാണ്. അജ്ഞതയുടെ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മളൊക്കെ എപ്പോഴും കേട്ടുതടമ്പിച്ച ഒരു വാക്കായിരിക്കും. പക്ഷെ അക്ഷരാർത്ഥത്തില് മനുഷ്യന്റെ ബുദ്ധിയില്, ആത്മാവിലെ കൊളുത്തുന്ന ഒരു തിരുവട്ടമാണ് വിദ്യാഭ്യാസം. അതിലൂടെ മാത്രമാണ് നമുക്ക് കാലത്തെ, ലോകത്തെ വിഭജിച്ചറിയാനൊക്കെ പറ്റുന്നത്. ഒരു കുട്ടിയുടെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ജ്ഞാനത്തിന്റെ ഒരു ദീപമുണ്ട്. ആ ദീപം എത്ര കണ്ട് ശോഭിതമായി തീരുന്നുവോ അതുപോലെയായിരിക്കും ആ വ്യക്തിയുടെ വളർച്ചയും. പരിപാടികൾ പത്തനംതിട്ട MP ആന്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കണ്ണിമല എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ 50 വർഷത്തെ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ ഈ നാടിന് നവോത്ഥാനം പകർന്നു നൽകിയ ഒരു വിദ്യാലയമാണ് കണ്ണിമല സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതിൽ ഈ ഗ്രാമപ്രദേശത്ത് 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിന് തുടക്കം കുറിച്ചപ്പോൾ അതിലൂടെ ഈ നാടിൻ്റെ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ റോഡുകളോ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നടന്നെത്താവുന്ന ദൂരത്ത് ഒരു സ്കൂളുണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ കഴിയുമായിരുന്ന അനേകം കുട്ടികൾ ഇതുപോലുള്ള വിദ്യാലയങ്ങളിലാണ് പഠിച്ചു വളർന്നത്. അവരൊക്കെ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ മേഖലകളിൽ തങ്ങളുടെ മികവിൻ്റെ അടിത്തറയിൽ നിന്ന് ജീവിത വിജയം നേടുന്ന അഭിമാനകരമായ കാഴ്ചയാണ് നമ്മുടെ 50 വർഷത്തെ ഈ ജൂബിലിയുടെ ഭാഗ്യമത്രം. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ന ആശയത്തിന് രൂപം നൽകി എല്ലാ ഗ്രാമങ്ങളിലും പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ വന്നു. ആ പള്ളിക്കൂടങ്ങൾ പൊതുസമൂഹത്തിന് തുറന്നു കൊടുത്ത മഹനീയമായ ചരിത്രമാണുള്ളത്. ഒരു കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത്. അത്രമാത്രം ജാതി മത ഉച്ചനീചത്വങ്ങൾ കൊണ്ട് സാമൂഹ്യ മണ്ഡലം കലുഷിതമായിരുന്നു. അന്ന് മൃഗങ്ങൾക്ക് പോലും നടക്കാവുന്ന പാതയിൽ മനുഷ്യർക്ക് സഞ്ചാരം നിഷേധിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും ഈ നാട്ടിൽ എല്ലാവരും സാമൂഹ്യമായി ചവിട്ടി താഴ്ത്തിയ ദളിത് സമൂഹത്തെയും അതോടൊപ്പം പിന്നോക്ക സമൂഹങ്ങളെ എല്ലാം ചേർത്ത് നിർത്തി എല്ലാവർക്കും വേണ്ടി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു കൊടുത്ത് എല്ലാവരുടെയും അറിവിൻ്റെ അടിത്തറ അത് പരിശോധിക്കുമ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം അധ്യാപക രംഗത്ത് നിന്ന് വിരമിക്കുന്ന റവറൻഡ് സിസ്റ്റർ ശോഭി CHCക്ക് യോഗത്തിൽ ആദരവും നൽകി. ശോഭി സിസ്റ്ററിനെ കുറിച്ച് ഒരു വാക്ക്. സിസ്റ്റർ ശോഭി ഒരുപാട് പരിചയമൊന്നും എനിക്കില്ലെങ്കിലും നല്ല ആധ്യാത്മികതയുള്ള ഒരു കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ്. സിസ്റ്റർ ശോഭിയുടെ 2 സഹോദരിമാരാണ് ആ താഴെ ഇരിക്കുന്നത്. സിസ്റ്റർ ഓസ്റ്റിൻ, ഡോക്ടർ ഓസ്റ്റിനും സിസ്റ്റർ ജസ്റ്റായും. അപ്പോൾ അവരുടെ 3 സിസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ നന്മയും ധാർമ്മികതയും എല്ലാം അവരെ തീർച്ചയായിട്ടും ഒരുപാട് വളർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റർ 29 വർഷക്കാലം അധ്യാപനത്തിൽ വളരെ
വളരെ അനുഗ്രഹീതമായ ശോഭിതമായ ഒരു യാത്ര നടത്തിയാണ് ശോഭി ഇവിടുത്തെ 11 വർഷത്തെ അധ്യാപനത്തിന് ശേഷം ഈ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. 18 വർഷങ്ങൾ തൃശ്ശൂരിലും 11 വർഷങ്ങൾ ഇവിടെയും വളരെ മഹിതമായ രീതിയിൽ വലിയ ശോഭയോടുകൂടി ശുശ്രൂഷ ചെയ്ത് അനേകർക്ക് ശോഭയുടെ വെളിച്ചം പകർന്നു കൊടുത്ത സിസ്റ്റർ ശോഭയ്ക്ക് നല്ല ഒരു കൈയടി കൊടുത്ത് നമുക്ക് സ്നേഹാദരങ്ങളോടുകൂടി യാത്രയാക്കാം. റവറൻഡ് മദർ ലൂസിന CSC അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ HM സിസ്റ്റർ അനീഷ CHC യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. കണ്ണിമല സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ദീപു പുത്തൻപുരയ്ക്കൽ സുവനീർ പ്രകാശനം നിർവഹിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് P. G. രാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീറ്റ, വാർഡ് മെമ്പർ അജി വെട്ടുകല്ലാംകുഴി, കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന അലിക്കുഞ്ഞ്, സ്കൂൾ PTA പ്രസിഡന്റ് PG സുരേഷ് കുമാർ, സ്റ്റാഫ് പ്രതിനിധി റവറൻഡ് സിസ്റ്റർ സുപ്രിയ CHC, സിസ്റ്റർ സ്നേഹ CHC, വിദ്യാർത്ഥി പ്രതിനിധികളായ ആൽബർട്ട് ആന്റണി, ശ്രീലക്ഷ്മി സനീഷ്, ബിൻസി മാനുവൽ, പൂർവ്വ വിദ്യാർത്ഥി റെജി കുളങ്ങര എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.